അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്തമാനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലേനി, നമ്മൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് നമ്മളെ കുടിയിലേനി കേട്ടോ. അപ്പോൾ അവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല തന്നെയാളെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ നെറ്റ് കുറവാണ്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുടിയേക്ക് പോയിനത് അവിടെ തറവാട്ടിൽ മൗലൂദ് ഉണ്ടായിനി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ മിഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഇടേണ്ടതേനെ, അപ്പോൾ ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മൗലൂദിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ നാളെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കിയത് ബൂരിയാണ് കേട്ടോ. പിന്നെ ചാറുണ്ടാക്കിയത് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി കരിയേപ്പൊക്കെ തൂമിച്ച് പാരുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ കടലയുണ്ട്, ചെറുപയറും ഉണ്ട്, രണ്ടും പാടെ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചാറ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് നമ്മൾ ചാറയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നും കേങ്ങാണ് ഇപ്പോൾ നമ്മളെ ബൂരിക്ക് ഉണ്ടാക്കൽ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ബൂരിക്ക് കേങ്ങ് ഒന്നല്ല കേട്ടോ. കേങ്ങ് ഉണ്ടാക്കാൻ തന്നെ കേങ്ങ് കഴിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിന്ന് കേങ്ങ് നമ്മളെ ബൂരിക്ക് ചാറുണ്ടാക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പം ബൂരിക്ക് കേങ്ങ് അല്ലാന്ന് കരുതിയിട്ട് ചാറ് രസമില്ലായി ഒന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട് തന്നെ കേട്ടോ ബൂരിക്കും. പിന്നെ ബൂരിക്ക് നമ്മളെ ചാറ് രസമുണ്ടേന്. പിന്നെ ഞാൻ കുക്കറിൽ ചോറ് ഇടാണ് കേട്ടോ. ജിനുവിന് കൊണ്ടുപോകണം. അപ്പോൾ ചോറ് ഞാൻ ഗ്യാസുമ്മ തീമട്ടിക്കണം. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് മക്കളെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിരിക്കണം കേട്ടോ. അങ്ങനെ മക്കളൊക്കെ മദ്രസക്ക് പോയി. പിന്നെ അപ്പോഴേക്കും ചോറൊക്കെ ഒന്ന് വെന്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താട്ടി നമ്മൾ ഓട്ടപാത്രത്തിൽ കണ്ട് പാരുകയാണ് കേട്ടോ ചോറ്. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം കുറച്ചുകൊണ്ട് ഊറ്റിക്കണം. എന്നിട്ട് പിന്നെ ഓട്ടപാത്രത്തിൽ കണ്ട് പാർന്ന് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് അങ്ങനെ ഓട്ടപാത്രത്തേക്ക് പാർന്നു. ഇനി നമുക്ക് ചായ അടിച്ചേട്ടോ. അപ്പം വിസിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഓഫാക്കിക്കും. അങ്ങനെ ഇതാക്കണം. നമ്മൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിനുവിന് സ്കൂൾക്ക് കടയിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് കൂട്ടാൻ ഉണ്ടാക്കിയതൊന്നും നമ്മൾ ഉള്ളി കൂട്ടാൻ തന്നെയാണ് കേട്ടോ. ഓന് ഉള്ളി കൂട്ടാനോ തക്കാളി കൂട്ടാനോ അതൊക്കെ ആകുമ്പോഴാട്ടോ ഓന് വലിയ തീർപ്പതിയാണ് കേട്ടോ ചോറ്റക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഉള്ളി കൂട്ടാനും തക്കാളി കൂട്ടാനും വെക്കണത് കേട്ടോ. അതാകുമ്പോൾ ഭയങ്കര രസമാണ്. ഈ ചാറ് കൊണ്ടുപോകണില്ലേറെ ഓന് തീർപ്പതി ഇങ്ങനത്തെ ഉള്ളി കൂട്ടാനോ തക്കാളി കൂട്ടാനൊക്കെ ആക്കുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ചോറ്റും പാത്രത്തിൽ എന്ന് കൂട്ടാനാക്കുകയാണെങ്കിൽ ഈ തക്കാളി കൂട്ടാനും ഉള്ളി കൂട്ടാനും ആക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടല്ലേ നമ്മളാക്കേണ്ടത്. അപ്പോൾ ഈ ഉള്ളി കൂട്ടാനൊക്കെ കൂട്ടിക്കാണ്ട് തന്നെ ചോറ് വെച്ചുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പം ഞാൻ എന്താട്ടി ഓന് കൂട്ടാനാക്കി കൊടുക്കുകയാണ് കേട്ടോ. ചോറ് ആദ്യം ഇട്ടു. പിന്നെ അതിൻ്റെ മേലെ ഉള്ളി കൂട്ടാനും കൂടി ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഉള്ളി കൂട്ടാനൊരു തുള്ളിയൊന്നും പോരട്ടോ. അവന് കുറച്ച് തോന വേണം. ആ ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തോന ഉള്ളി കൂട്ടാൻ വേണ്ടേന്ന് പറയട്ടോ. അപ്പം ഇതിൻ്റെ നീരൊക്കെ ഉണ്ടല്ലോ ഒന്ന് താഴത്തേക്ക് താകാനും വേണ്ടിയാണ് കേട്ടോ. നമ്മൾ നിറച്ചിങ്ങോട്ട് അട്ടിപ്പാത്രം നിറച്ചിങ്ങോട്ട് പരത്തി കൊടുക്കുന്നത്. അത് ആകുമ്പം ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുമല്ലോ. അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങോട്ട് താന്നിട്ട് ഒരു ഭാഗത്ത് മാത്രം ഇടുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രമല്ല ഉള്ളി കൂട്ടാൻ്റെ ആ ചോയ ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ പരത്തുന്നത് കേട്ടോ. പിന്നെ ഞാൻ രണ്ടെണ്ണം മീനും കൂടിയും വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ അടിച്ച് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഓനെ പറഞ്ഞയച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താട്ടി പയറുണ്ടായിനി അതൊന്ന് നുറുക്കിക്കണം. ഇനി നമുക്ക് പയർ തീമക്കട്ടോ. അപ്പോൾ ഉള്ളി തൂമിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് കരിയേപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഇത്രയും എന്തിനാ ഉള്ളി പയർ വെക്കാൻ കരുതുണ്ടാവും. അപ്പോൾ അല്ല കേട്ടോ, നമ്മൾ കുറച്ച് അതിന് മുക്കി വെക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചാറ് വെക്കുമ്പോൾ ആ ചാറ് കൂടി തൂമിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ രണ്ടാമത് നമ്മൾ ഇനി ചാറ് തൂമിച്ചാൽ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ നല്ലൊരു എളുപ്പപ്പണി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചാറ് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പയർ വേഗം മുറിച്ചതാണ്. അപ്പോൾ പിന്നെ പയർ തൂമിച്ചാണ് വെച്ചപ്പോൾ ഞാൻ കുറച്ചും കൂടി തോനെ വെളിച്ചെണ്ണ പാർന്ന് കണ്ടാണ് തൂമിച്ചെടുത്താണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ മാതിരിയൊക്കെയാണ് കേട്ടോ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കൽ. പയർ ഇന്നാളൊരു ദിവസം അച്ചയ്ക്ക് വെച്ചു. ഇപ്പം നമ്മൾ തൂമിച്ച് വെച്ചു. അപ്പോൾ തൂമിച്ച് വെച്ചാൽ തൂമിച്ചാതെ വെച്ചാലാണ് കേട്ടോ രസം. ലാസ്റ്റ് തൂമിച്ചുമ്പോഴാണ് രസം. കാരണം അതിൻ്റെ വെളിച്ചെണ്ണൻ്റെ ആ തൂമിച്ച ചോയൊക്കെ അപ്പോഴാണ് ഉണ്ടാകട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് കണ്ട് ഇങ്ങനെ വേകുമ്പോൾ അതിൻ്റെ ചോയയും ഇതൊക്കെ മാറുമല്ലോ. പിന്നെ ഞാൻ പയർ അടുപ്പത്തിട്ടിട്ട് പിന്നെ ചാറ് വെക്കണത് പരിപ്പും പിന്നെ ഒരു മത്തൻ്റെ കഷ്ണമുണ്ട് കേട്ടോ. മത്തനല്ല ചേന. അപ്പോൾ ആ ചേനയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചാറക്കണത്. അപ്പോൾ നമ്മൾ പയറുപ്പേരി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നുകൂടിയൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിക്കാണ്ട് ഒന്നുകൂടിയൊക്കെ നമുക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പയർ അടുപ്പത്തുണ്ട്. ഇനി അതവിടെ കടന്ന് വേകട്ടെ. നമുക്ക് നമ്മളെ ചേന ഉണ്ടല്ലോ അതൊന്ന് മുറിച്ച് അടുപ്പത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ചേന എന്താ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിരിക്കണം കേട്ടോ. അതുകൊണ്ട് പിന്നെ ചൊറിച്ചിലില്ല ഇനി കേട്ടോ. ചേന പറിച്ചു കൊടുന്നപ്പോൾ തന്നെ ചെത്തുമ്പോഴായിക്കാരം ഇതിന് ചൊറിയ. പക്ഷേങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ കേകിയിട്ടും ചെത്തിയിട്ടൊന്നും നമുക്ക് ചൊറിഞ്ഞിട്ടില്ല ഇനി. അപ്പോൾ അതായിക്കാരം. അപ്പം നമ്മൾ ഇതാക്കുന്നത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം കുറച്ച് ചോന്ത പിന്നെ പരിപ്പും ഉണ്ടായിന് കേട്ടോ. പിന്നെ മഞ്ഞ നമ്മൾ രസം പിടിയിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ രണ്ടും ഒന്നായിട്ടാണ് ഇട്ടാണ് കേട്ടോ. അതാണ് കേട്ടോ 2 പരിപ്പ് നിൽക്കുന്നത്. പിന്നെ നമ്മളെ പയറുപ്പേരി ഇതാക്കണ് വെന്തുക്കണം കേട്ടോ. ഇനി നമുക്കതാണ് വാങ്ങി വെച്ചിട്ട് നമുക്ക് നമ്മളെ ചാറാണ്ട് ഇങ്ങോട്ട് ഗ്യാസുമ്മക്ക് വെച്ച് കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് വേകട്ടെ. അപ്പം ഇന്ന് നമുക്ക് പരിപ്പും ചാറും ചേനയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ചേനയൊക്കെ നല്ലോണം ഉടഞ്ഞിക്കണം കേട്ടോ മക്കളെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൂടി ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ തൂമിച്ച് വെച്ചിനിയല്ലോ. എന്നിട്ട് പിന്നെ അതും കൂടി പാർന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ. നമുക്ക് പയറുപ്പേരിയും പിന്നെ പരിപ്പും ചേനയും ചാറും പിന്നെ 2 മീനും ഉണ്ട്. അപ്പോൾ അത് മതിയല്ലോ നമുക്ക് ചോറ് വെച്ചാനല്ലേ. അപ്പം അങ്ങനെ അതൊക്കെ ആയി. പിന്നെ നമ്മൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വെച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ ചോറ് വിളമ്പി ചാറും പാർന്നു, പയറുപ്പേരി ഇട്ടു, 2 മീനിട്ടു. അപ്പോൾ അതാണിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. ഇൻഷാ അല്ലാഹ് നാളെ വരാം കേട്ടോ.